നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഒറ്റതിരിഞ്ഞു നടക്കുന്ന കാട്ടുകൊമ്പന്മാരെയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെയും കാട് കയറ്റാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. കാട്ടാന ആക്രമണം മനുഷ്യജീവനുകൾ കവരുന്ന സംഭവം ആവർത്തിക്കപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും MP. നെടുങ്കണ്ടം കാരിത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ്. മരിച്ചത് അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീൺ. ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചത് പിതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രവീണിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളെ ആസ്പദമാക്കി നടത്തിയ പരിശോധനയിലും. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുത്ത CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത CPM ഏറ്റെടുത്തത് പീരുമേട് താലൂക്ക് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും വായ്പയെടുത്ത 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപയായതോടെ CPIയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിനായി ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമണിലേക്ക് എത്തുന്ന പ്രധാന പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചു. പ്രവർത്തനം നിലയ്ക്കാൻ കാരണം ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കെടുകാര്യസ്ഥത. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റതിരിഞ്ഞു നടക്കുന്ന കാട്ടുകൊമ്പന്മാരെയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെയും കാട് കയറ്റാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കാട്ടാനാക്രമണം മനുഷ്യജീവനുകൾ കവരുന്ന സംഭവം ആവർത്തിക്കപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും MP അടിമാലിയിൽ പറഞ്ഞു. നിരന്തരമായി കാട്ടാന ആക്രമണം മനുഷ്യജീവനുകൾ കവർന്നെടുത്തുകൊണ്ടു പോകുന്ന തരത്തിലേക്ക് പെരുകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിസ്സംഗത അങ്ങേയറ്റം ആശങ്കാജനകമാണ്. യാതൊരു തരത്തിലുമുള്ള പ്രതിവിധി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് നടക്കുന്ന ഒറ്റയാൻ ആനകളെയും അതോടൊപ്പം കൂട്ടമായി വരുന്ന കാട്ടാന കൂട്ടങ്ങളെയും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. വനം വകുപ്പ് അങ്ങേയറ്റം നിഷ്ക്രിയമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തോന്നിയവാസം ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ്. ഈ ഘട്ടത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുന്നതുവരെ അതിശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. നെടുങ്കണ്ടം കാരിത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ്. അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീണാണ് മരിച്ചത്. കൊലപാതകമാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക സംശയം. പിതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രവീണിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളെ ആസ്പദമാക്കിയും നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചത്. രാവിലെയാണ് പ്രവീണിനെ കുത്തേറ്റ നിലയിൽ കാരിത്തോട്ടിലെ വീടിന് മുമ്പിൽ കണ്ടെത്തിയത്. സ്ഥിരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുമായിരുന്ന പ്രവീൺ കഴിഞ്ഞ ദിവസം രാത്രിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് പിതാവ് അടുത്ത ബന്ധുവീട്ടിലാണ് രാത്രിയിൽ കഴിഞ്ഞത്. ശേഷം രാവിലെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കിടക്കുന്നതായി കണ്ടതെന്നാണ് ഔസേപ്പച്ചൻ നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞത്. എന്നാൽ എത്തിയ സമയവും ബന്ധുക്കൾ പറഞ്ഞ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടാവുകയും ഔസേപ്പച്ചനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ പൊരുത്തം ഇല്ലാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് കൊലപാതകത്തിലേക്ക് സംശയം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തു. ശേഷം മൃതദേഹത്തിൽ നടത്തിയ പോലീസിന്റെ പരിശോധനയിലാണ് ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തിയത്. പ്രവീൺ തുടർച്ചയായി മാനസിക വിഭ്രാന്തി കാണിക്കുകയും മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മുമ്പും ഇയാൾ ആത്മഹത്യാ പ്രവണത പുലർത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. കഴുത്തിൽ ആദ്യം 2 മുറിവുകൾ ഉണ്ടാക്കുകയും തുടർന്ന് ആഴത്തിൽ കുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴുത്തിനും വയറിനുമാണ് കുത്തേറ്റത്. വയറിൽ ആഴത്തിൽ 4ഓളം കുത്തേറ്റിട്ടുണ്ട്. വൻകുടലും ചെറുകുടലും പുറത്തേക്ക് ചാടിയ നിലയിലായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനായി കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിക്കുകയായിരുന്നു. രാവിലെ 6-നും 8-നും ഇടയിലാണ് സംഭവം നടന്നത്. മൃതദേഹം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.
വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുത്ത CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി. പീരുമേട് താലൂക്ക് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും വായ്പയെടുത്ത 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപയായതോടെയാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത CPM രംഗത്തെത്തിയത്. CPIയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിനായി ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ബാങ്ക് ജപ്തി നേരിടുന്ന സാഹചര്യത്തിലാണ് സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. ആകെയുള്ള സമ്പാദ്യമായ 14 സെന്റ് പണയപ്പെടുത്തിയെടുത്ത വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് നോട്ടീസ് അയച്ചിരുന്നു. ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബത്തിന്റെ സാഹചര്യം പുറത്തുവന്നതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ ബാധ്യത CPM ഏറ്റെടുത്തത്. പെൺകുട്ടിയുടെ സ്വപ്ന ഭവനം പൂർത്തീകരിക്കുന്നതിനും പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബുധനാഴ്ച നേരിട്ടെത്തി തുക കൈമാറുമെന്ന CPM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു പറഞ്ഞു. ചുരക്കുളം എസ്റ്റേറ്റിലെ കുഞ്ഞുകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പം വന്നിരിക്കുന്ന ബാങ്ക് ജപ്തി നോട്ടീസിൻ്റെ ഭാഗമായിട്ടും ആ കുടുംബത്തിന് കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു 3 സെൻറ്റ് സ്ഥലത്തിൽ വീട് വെക്കാൻ തുടങ്ങി. ഏലപ്പാറ ബാങ്കിൽ കാർഷിക വികസന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടുള്ള വീട് വെക്കാനാണ് തുടങ്ങിയത്. അപ്പോഴാണ് ഈ കൊലപാതകവും മറ്റിതര സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വീട് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബാങ്കിൻ്റെ ബാധ്യത തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ CPMൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആലോചിച്ച് ആ കുടുംബത്തെ സഹായിക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 31-ാം തീയതി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്ന ആ പൊതു ഐക്യദാർഢ്യ റാലിയിൽ വെച്ച് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പീരുമേട് ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത്. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ കൂടാതെ മാതാപിതാക്കൾക്ക് മറ്റൊരു വളർത്തുമകൾ കൂടിയുണ്ട്. ഈ മകളുടെ വിവാഹത്തിനായാണ് ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. മകൾ ഉറങ്ങുന്ന മണ്ണും മകളുടെ സ്വപ്ന വീടും എങ്ങനെ സംരക്ഷിക്കണമെന്ന ആശങ്കയിലായിരുന്നു മാതാപിതാക്കൾ. കുടുംബത്തിനായി ഒരുക്കുന്ന ഭവനത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചു നൽകുമെന്ന് CPI പീരുമേട് ഏരിയ സെക്രട്ടറി VK ബാബുക്കുട്ടി പറഞ്ഞു. കണ്ണൻ്റെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 വർഷക്കാലമായി അസലാബിൻ്റെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം കോടതി പോയ പോലെ തന്നെ ഒട്ടനവധി സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാർട്ടി CPIയുടെ പീരുമേട് മണ്ഡലം കമ്മിറ്റി കണ്ണൻ്റെ വീട് പണി പൂർത്തീകരിച്ച് മാർച്ച് മാസം 15 കൂടി അത് അവരെ ഗൃഹപ്രവേശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പം പണി പുരോഗമിക്കുകയാണ്. സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിച്ചു കൊടുക്കും. ആ കുടുംബം നമ്മുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദീർഘകാലമായി പാർട്ടിയുടെ അനുഭവികളും പാർട്ടി മെമ്പറുമായ കുടുംബമാണ്. ഇടതുപക്ഷ വിശ്വാസികളായ കുടുംബങ്ങളാണ്. അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടി CPI പീരുമേട് മണ്ഡലം കമ്മിറ്റിക്കൊണ്ട് നിറവേറ്റുക തന്നെ ചെയ്യും. കുടുംബത്തിനായി ഒരുക്കുന്ന ഭവനത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാനും ബാധ്യത ഒഴിവാക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ. ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമണ്ണിലേക്ക് എത്തുന്ന പ്രധാന പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചു. ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കെടുകാര്യസ്ഥതയാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. അതേസമയം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഹരിത ചെക്ക് പോസ്റ്റുകൾ സജീവമായി പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വാഗമണ്ണിലേക്ക് കടന്നുവരുന്ന പ്രധാന 5 പാതകളായ ഏലപ്പാറ വാഗമൺ റോഡ്, ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ സൊസൈറ്റി കവല, വളകോട് വാഗമൺ റോഡിൽ ഉണ്ണിച്ചുടിക്കാട്, പുള്ളിക്കാനം, കൊച്ചുകരിന്തരുവി എന്നിവിടങ്ങളിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിതകർമ്മസേനയെയാണ് നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചത്. വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക, ഹരിതചട്ടം സംബന്ധിച്ച് സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇതിനായി നിശ്ചയിച്ച തുകയും ഈടാക്കിയിരുന്നു. എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനത്തിൽ വ്യാപക പരാതിയാണ് ഉയർന്നത്. ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്വേഷിച്ച വേളയിൽ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. ഇതോടെയാണ് നടപടിയുണ്ടായത്. എന്നാൽ വാഗമണ്ണിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായതോടെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാര മേഖലയായ വാഗമണ്ണിൽ 5 ഹരിത ചെക്ക് പോസ്റ്റാണുള്ളത്. ഈ 5 എണ്ണത്തിൻ്റെയും പ്രവർത്തനം ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഏലപ്പാറ പഞ്ചായത്തിലെ ഹരിതസേനയുടെ പ്രവർത്തനം കൊണ്ട് 5 ചെക്ക് പോസ്റ്റിന് ഹരിതസേന നിർത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിനോദസഞ്ചാര മേഖല വാഗമണ്ണിൽ ഒരുപാട് മാലിന്യങ്ങളാണ് കുമ്മുകൂടി കിടക്കുന്നത്. നിലവിലെ വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നതെങ്കിലും വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് മാലിന്യങ്ങൾ കുമ്മുകൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു.
ചെക്ക് പോസ്റ്റുകളുടെ നടത്തിപ്പിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയതിനു ശേഷം വീണ്ടും ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. നിലവിൽ വാഗമണ്ണിൽ മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടുകയാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സഞ്ചാരികൾ അടക്കമുള്ളവരാണ് നിക്ഷേപിക്കുന്നത്. ഏലപ്പാറ ഹെലിബറിയ പൂണ്ടിക്കുളം മ്ലാമല റോഡ് നിർമ്മാണം നിർത്തിവെച്ച നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. വിഷയത്തിൽ ഹെലിബറിയയിൽ സർവകക്ഷി യോഗം ചേർന്നു. ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ എന്നിവരെ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരം കണ്ടെത്താൻ യോഗം തീരുമാനിച്ചു. നിരവധി പ്രതിഷേധങ്ങൾക്കും നിരാഹാര സമരങ്ങൾക്കുമൊടുവിലാണ് ഹെലിബറിയ തോട്ടം മാനേജ്മെന്റിന്റെ അനുമതി ലഭിച്ച ഹെലിബറിയ പൂണ്ടിക്കുളം മ്ലാമല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡ് വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു. തുടർന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് PMGSY പദ്ധതിയിൽ റോഡിനെ ഉൾപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മണ്ണുപണികൾ, കലിങ്ക്, സംരക്ഷണ ഭിത്തികൾ അടക്കമുള്ളവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയ വേളയിലാണ് AFC നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. തോട്ടം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം നിർത്തിവെക്കാൻ നടപടി സ്വീകരിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. റോഡ് നിർമ്മാണം നിലച്ചതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഇതേ തുടർന്ന് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾക്കായി ഹെലിബറിയയിൽ സർവകക്ഷി യോഗവും ചേർന്നു. റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നതെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ തൊഴിലാളികളെയും സമരസമിതിയിലെ ആൾക്കാരെയും കൂടെ പിണക്കുന്നതിന് വേണ്ടി തൊഴിലാളിക്കെതിരെയാണ് ഈ സമരം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൊഴിലാളിക്കെതിരെയല്ല ഞങ്ങൾ ഈ സമരം. ഇത് റോഡ് ആണ് ജനങ്ങളുടെ ആവശ്യം. അതിനെതിരെ ഗവൺമെൻറ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന നിരുത്തരവാദിത്തത്തിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ഇന്ന് കൂടിയ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യം ബന്ധപ്പെട്ട കലക്ടറെ, ജനപ്രതികളെ എല്ലാവരെയും ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ജനപ്രതികൾ ഉൾപ്പെടെ പോയി കണ്ട് എന്താണ് ഇതിൻ്റെ തടസ്സം, ആ തടസ്സം നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ തോട്ടം മാനേജ്മെന്റ് തോട്ടത്തിലെ പണികൾ മുന്നറിയിപ്പില്ലാതെ നിർത്തിയെന്നും ഇത് തൊഴിലാളികളെയും സമരസമിതിയെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണെന്നും സമരസമിതി ആരോപിച്ചു. തൊട്ടടുത്ത ദിവസം പീരുമേട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലപരിശോധനയടക്കം നടക്കും. പണി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ആദിവാസി ക്ഷേമസമിതി ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു. ഉടുമ്പൻചോല MLA MM മണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമന്റെയും സീതയുടെയും കാര്യം പറയാൻ മോദിക്ക് എന്ത് യോഗ്യതയെന്ന് MM മണി MLA ചോദിച്ചു. സവർണാധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുമാണ് BJP സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MM മണി പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹമാണ്. പൂരി രംഗരാജൻ അടക്കമുള്ള പണ്ഡിതന്മാരായ ഹിന്ദു സന്യാസികൾ എതിർത്തിട്ടുണ്ട്, ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ ഞങ്ങളുടെ അവിടെ ശ്രീരാമൻ്റെയും സീതയുടെയും കാര്യം പറയാൻ ഇതൊക്കെ എന്ത് യോഗ്യത? സവർണാധിപത്യത്തിൻ്റെ RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സവർണാധിപത്യം സ്ഥാപിക്കാൻ നിൽക്കുന്നവരും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതാ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വലിയ ത്യാഗം വെച്ച് നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്ന ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിയെ കൊല്ലാൻ തീരുമാനിച്ച് കൊന്നോന്മാരാണ് ഇവർ. നിങ്ങളൊന്ന് ആലോചിച്ചേ. അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു ആദിവാസി ക്ഷേമസമിതി ഇടുക്കി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഘടനാ പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം MR ദീപു അധ്യക്ഷനായിരുന്നു. AKS സംസ്ഥാന സെക്രട്ടറി B വിദ്യാധരൻ കാണി, റോമിയോ സെബാസ്റ്റ്യൻ, TK ഷാജി, ചാണ്ടി P അലക്സാണ്ടർ, സൗമ്യ സോമൻ, അഡ്വക്കേറ്റ് സേതു നാരായണൻ, KU വിനു, KA ബാബു, C രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആദ്യ ബാച്ചിന്റെ സൗഹൃദ സംഗമം ജനുവരി 28 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 48 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കൂടിച്ചേരൽ ഒരുക്കിയിരിക്കുന്നത്. 1976 രൂപീകൃതമായ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അന്ന് 1ാം ക്ലാസ്സും 5ാം ക്ലാസ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് 48 വർഷങ്ങൾക്കിപ്പുറം സൗഹൃദ സംഗമത്തിലൂടെ അതേ സ്കൂളിൽ ഒത്തുകൂടുന്നത്. 48 വർഷം മുമ്പ് ഹൈറേഞ്ചിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കട്ടപ്പനയിൽ സ്ഥാപിക്കുകയും ആ സ്കൂളിൻ്റെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായി ആദ്യത്തെ ബാച്ചായ ഞങ്ങൾ
44 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഞങ്ങളുടെ ഒരു സഹപാഠി മരിച്ചു പോവുകയും ബാക്കിയുള്ള 43 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ 43 ആൾക്കാരെ നേരിൽ കാണുകയും ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് നാളെ കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയത്തിൽ വെച്ച് നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ ഇതിൻ്റെ ആദ്യത്തെ റീയൂണിയൻ കൂടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരിയായിരുന്ന ഫാദർ ജേക്കബ് ഐലൂപ്പറമ്പിലായിരുന്നു അന്ന് സ്കൂൾ മാനേജർ. ഫാദർ ജോസഫ് മടുക്കക്കുഴി ഹെഡ്മാസ്റ്ററും ആലിസ് ഡൊമിനിക് ക്ലാസ് അധ്യാപികയുമായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ സ്കൂളിൽ നടക്കുന്ന സംഗമം ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 40ഓളം സഹപാഠികളും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ സണ്ണി പാറക്കണ്ടം, ജെയിൻ ജെ സെബാസ്റ്റ്യൻ, എബ്രഹാം എം, സണ്ണി തോമസ് എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഏകാരോഗ്യം പദ്ധതിയുടെ ഭാഗമായി സെമിനാർ നടന്നു. കേരള പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി മെന്റർമാർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏകാരോഗ്യം പദ്ധതി പ്രകാരം ഒരു വാർഡിൽ നിന്ന് 7 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരിലൂടെ പദ്ധതി വാർഡിലെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കുകയാണ് ലക്ഷ്യം. സമൂഹത്തിൽ മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതിനാൽ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റ് ജീവികളെയും സംരക്ഷിക്കാൻ ലോകാരോഗ്യ സംഘടനയാണ് ഏകാരോഗ്യം പദ്ധതി ആവിഷ്കരിച്ചത്. കേരളത്തിൽ ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട 5 ജില്ലകളിലൊന്നാണ് ഇടുക്കി. ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ പഞ്ചായത്തിലും സെമിനാറും പരിശീലനവും സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെ മരങ്ങളായിക്കൊള്ളട്ടെ, ജന്തു ജീവജാലങ്ങളായിക്കൊള്ളട്ടെ, മനുഷ്യരായിക്കൊള്ളട്ടെ, എല്ലാവരും ആരോഗ്യത്തോടുകൂടി സഹവസിച്ചെങ്കിൽ മാത്രമേ നമുക്കും അതിൽ പങ്കാളികളാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ ഏകാരോഗ്യം എന്നതിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ മുമ്പായിട്ട് പല രോഗങ്ങളും പുതിയതായിട്ട് പക്ഷി മൃഗാദികളിൽ നിന്ന് നിപ്പ പോലുള്ള കുരങ്ങുപനി എന്ന് പറയുന്നതൊക്കെ മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജന്തുജാലങ്ങളിൽ നിന്ന് പക്ഷികളിൽ നിന്നൊക്കെ പല രോഗങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ട് കടന്നു വന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രകൃതിക്കും അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും അവകാശങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്നതല്ലേ, അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വാർഡ് മെമ്പറൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് എന്താണ് കിട്ടിയത് പഞ്ചായത്തിൽ നിന്ന് എന്നൊക്കെ ചോദിക്കുന്ന പോലെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ സ്വാർത്ഥമായി ചിന്തിക്കുകയും നമ്മുടെ കടമകൾ നിർവഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പലതും നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യും. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. മറ്റ് അംഗങ്ങളായ റോയി എവറസ്റ്റ്, ഷാജി വേലമ്പറമ്പിൽ, കാഞ്ചിയാർ ആരോഗ്യവകുപ്പ് ജൂനിയർ സൂപ്രണ്ട് അനീഷ് ജോസഫ്, ഏകാരോഗ്യം RP-മാരായ വിധു എ സോമൻ, ദീപമോൾ KK, മിനി TC എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ NSS യൂണിറ്റ് അംഗങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചത്. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗം എക്സൈസ് ഓഫീസർ സലാം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എത്ര വലിയ പാണ്ഡിത്യമുള്ളവരാണെങ്കിലും, കുടുംബ മഹിമയുള്ളവരാണെങ്കിലും, വിദ്യാസമ്പന്നരാണെങ്കിലും, സമ്പത്ത് കൊണ്ട് ഏറെ മുന്നിലാണെങ്കിലും, നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ പൊന്നോമന മക്കൾ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, വഴിതെറ്റിപ്പോയാൽ ആ കുട്ടികളെ കൊണ്ട് നമുക്കിന്ന് വീടുകളിൽ സമാധാനമില്ല എന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് പെൺകുട്ടികൾ ജനിച്ചു എന്ന് കണ്ടാൽ, പെൺകുട്ടിയാണ് എന്ന് കണ്ടാൽ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു.
ഇന്ന് പെൺകുട്ടികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടം. 19, 25 വയസ്സുള്ള പെൺകുട്ടികളെ സിന്തറ്റിക് ഡ്രഗ്സുമായി പോലീസും എക്സൈസും ഒക്കെ ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് പിടിക്കപ്പെടുന്ന അതിദാരുണമായ രംഗങ്ങൾ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. വിജി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ എക്സൈസ് ഓഫീസർ സാബുമോൻ MC, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് അസിസ്റ്റന്റ് ഗവർണർ ജോസ് മാത്യു, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ CV, ഷിനു ഞള്ളാനി തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതമായ 4,32,40,000 രൂപ തന്നെയാണ് ഈ വർഷവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് 2024-25 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമസഭകൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും ശേഷമായിട്ടായിരുന്നു പരിപാടി. ബജറ്റ് അവതരണത്തിന് മുമ്പായിട്ടാണ് 24-25 വർഷത്തെ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചത്. പദ്ധതിരേഖ അംഗീകരിക്കുന്നതിനും കൂട്ടിച്ചേർക്കലുകൾക്കുമായിട്ടായിരുന്നു പരിപാടി. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സെമിനാറിൽ പങ്കെടുത്തത്. 4,32,40,000 രൂപയ്ക്കുള്ള കരട് രേഖയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ ബിനോജ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും കാർഷിക മേഖലയാണ്. അതുപോലെ തന്നെ ഉത്പാദന മേഖലയിലേക്കും കൃഷിക്കാരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാർഷിക മേഖലയോട് നമ്മൾ 30% നമുക്ക് ലഭിച്ചതിന് 30% നമ്മൾ അവർക്ക് വേണ്ടി വകയിരുത്തിക്കൊണ്ട് തന്നെയുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക്, കുട്ടികൾക്കായിട്ടുള്ള ഭിന്നശേഷിക്കാര്, അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും എല്ലാ തരത്തിലും പരിഗണിച്ചുകൊണ്ടുള്ള എല്ലാ പദ്ധതികളുമാണ് നമ്മൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടെ കരട് പദ്ധതിയിലേക്ക് അവതരിപ്പിക്കുന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ബിനു, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കായി നടത്തിയ സംയുക്ത വാർഷിക ആഘോഷങ്ങളുടെയും കലാകായിക മത്സരങ്ങളുടെയും സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയായ രാജകുമാരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങളെയും കുടുംബശ്രീ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന സംയുക്ത വാർഷിക ആഘോഷത്തിനും കലാകായിക മത്സരങ്ങൾക്കുമാണ് സമാപനമായത്. കലാകായികപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി വാർഷികാഘോഷവും മത്സരങ്ങളും സംഘടിപ്പിച്ചത്. രാജകുമാരി മാർബേസിൽ പാരീഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷങ്ങളുടെയും കായിക മത്സരങ്ങളുടെയും സമാപന സമ്മേളനവും ബാങ്ക് മുൻ പ്രസിഡന്റ് PP ജോയി പടിഞ്ഞാറേക്കുടിയുടെ ഫോട്ടോ അനാച്ഛാദനവും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. നമ്മുടെ കാർഷിക മേഖല അങ്ങനെ വലിയ തോതിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ കാര്യത്തിൽ ഏറ്റവും പരമപ്രധാനമായി എനിക്ക് തോന്നുന്നത് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്യമൃഗശല്യം, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ കാര്യമാത്ര പ്രസക്തമായ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് ഇത്രത്തോളം കാലാവസ്ഥ ഇതുപോലും ചിന്തിക്കേണ്ട സ്ഥിതി. വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടങ്ങളിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിൻ്റെ പരിമിതിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ പ്രശ്നങ്ങൾ മൂലം വിളകൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ നാടിന് ഇന്നത്തെ നിലയിൽ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അനന്തമായ സാധ്യതകൾ ഇനിയും നിലനിൽക്കുകയാണ്. ചടങ്ങിൽ നിരവധി പേർക്ക് ചികിത്സാ സഹായ വിതരണവും മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു. മുൻ പ്രസിഡന്റുമാരായിരുന്ന PT എൽദോ, പിയൂസ് കറിയ, PR സദാശിവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
NSS കോളേജ് പ്രിൻസിപ്പൽ അജീപുരം ജ്യോതിഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കവി തൊമ്മൻകുത്ത് ജോയി, കൺവീനർ റോയിസ് കറിയ, പ്രോഗ്രാം കൺവീനർമാരായ ജോർജ് കുട്ടി അരീപ്ലാക്കൽ, ഷിൻഡോ പാറയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി ജോയി, ജെയ്സൺ വർഗീസ്, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. AKTA കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് AKTA കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടന രൂപീകരിച്ച കാലം മുതൽ സംഘടനയ്ക്ക് ഓരോ തീരുമാനങ്ങളുണ്ട്. സംഘടനയിൽ തൊഴിലാളികൾ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം പോരാ, ആ മെമ്പർഷിപ്പ് എടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്യണം. ആ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വർഷത്തിൽ നിങ്ങളുടെ ഇത് മെമ്പർഷിപ്പിൻ്റെ പൈസ വാങ്ങിക്കുന്നു. 2013 വന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് പൈസ വാങ്ങിക്കുന്നു. ഈ പൈസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്തു? ഈ ഒരു വർഷക്കാലം കൊണ്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന എന്ത് ചെയ്തു? ഇവിടുത്തെ ഏരിയ കമ്മിറ്റി എന്ത് ചെയ്തു? ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി വിടാൻ വേണ്ടിയാണ് നമ്മൾ വർഷത്തിൽ ഒരു തവണ യൂണിറ്റ് തലം തൊട്ട് നമ്മൾ കൺവെൻഷനുകൾ നടത്തുന്നത്. ഏരിയ പ്രസിഡന്റ് രത്നമ്മ ഗോപിനാഥ് അധ്യക്ഷയായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി വത്സമ്മ വിജയൻ, ജില്ലാ ട്രഷറർ AV അന്നമ്മ, ഏരിയ ട്രഷറർ വിലാസിനി തങ്കച്ചൻ, മിനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരുടെ ഫാമിലി മീറ്റ് നടന്നു. ട്രാക്കോ കേബിൾ കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളയാംകുടി കല്ലറക്കൽ റെസിഡൻസിൽ വെച്ചാണ് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു. സഹകരണ മേഖലയിലുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഈ മേഖലയെ പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകമെന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ട്രാക്കോ കേബിൾ കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പറഞ്ഞു. 149 ജീവനക്കാരോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം ബാങ്കിന്റെ ഐശ്വര്യം നിങ്ങളുടെ മുഖത്ത് ശ്രീപ്പോടുകൂടി കാണുമ്പോൾ ഈ ബാങ്കിന്റെ വിജയം എന്ന് പറയുന്നത് 149 പേരുടെ ഭരണസമിതിക്കപ്പുറം ഇതിന്റെ ജീവനക്കാർ. ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പിൽ വിജയിയായ നരിയമ്പാറ സ്വദേശിനി ലെനറ്റ് ജോസഫിനുള്ള സ്വർണ്ണ നാണയം ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. ബാങ്കിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 400ഓളം ആളുകൾ ഫാമിലി മീറ്റിൽ പങ്കെടുത്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. യോഗത്തിൽ ബോർഡ് മെമ്പർമാരായ ജോയി കുടക്കച്ചിറ, അഡ്വക്കേറ്റ് KJ പിന്നി, ജോയി ആനിത്തോട്ടം, ജോയി പൊരുന്നോലി, ബാബു പുളിക്കൽ, സജീവ് KS, സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ICDSന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വാർഡ് തല വയോജന സംഗമം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഓർമ്മച്ചപ്പ എന്ന പേരിൽ വാർഡ് തല വയോജന സംഗമം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ 2-13 വാർഡുകളിലെ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള വയോജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് വയോജന സംഗമം നടത്തിയത്. നീലിവയൽ പാരീഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഗവൺമെന്റ് അനുവദിക്കുന്ന പദ്ധതി തുകയിൽ 5% ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രത്യേകമായ സാമൂഹ്യ പരിരക്ഷണം ആവശ്യമുള്ളവർക്ക് പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളും അത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ആ പദ്ധതിയിലെ തുക 100% ആ മേഖലയിലേക്ക് വിനിയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സാമൂഹ്യ വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സന്തോഷകരമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം, അത് വളരെ ആത്മാർത്ഥതയും വളരെ അർപ്പണ മനോഭാവവുമുള്ള ജനപ്രതിനിധികൾക്കും അവരോട് സഹകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കുറേ പൊതുപ്രവർത്തകരും CDSഉം ICDSഉം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സമൂഹവും എല്ലാവരും കൂടെ ചേരുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പ്രിൻസി വർഗീസിന്റെയും ചക്കുപള്ളം ഗവൺമെന്റ് NHM ഡിസ്പെൻസറിയിലെ ഡോക്ടർ സുവിവിയുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും കാമാക്ഷി FHCയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻഡു ബിനോയ്, MJ ജോൺ, അജയൻ NR, ജോസ് തൈച്ചേരിയിൽ, ഗ്രാമപഞ്ചായത്ത് മുന്നംഗങ്ങളായ ജോയ് മൂലേപ്പറമ്പിൽ, ഷാജി തോമസ്, ഫാദർ തോമസ് മണിമേൽ, അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബി സ്മാർട്ട് അബാക്കസ് ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ട്രെയിനിംഗ് കോഴ്സ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും വീട്ടിലിരുത്തി പഠനം നൽകുന്നതിനായി വീട്ടമ്മമാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ തുടക്കമിട്ടിരിക്കുന്നതാണ് ബി സ്മാർട്ട് അബാക്കസിന്റെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. ഇതിനാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായിരിക്കുന്നത്. 2 വർഷം 50,000 രൂപയോളം ഫീസ് വരുന്ന കോഴ്സാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വാർഡിലെ തിരഞ്ഞെടുത്ത 6 വനിതകൾക്ക് സൗജന്യമായി നൽകുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും. അതിവേഗത്തിലുള്ള മനക്കണക്കുകൂട്ടൽ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കൽ, അതിവേഗത്തിൽ ബുദ്ധി ഉപയോഗിക്കുവാനുള്ള കഴിവുകൾ എന്നിവയാണ് പരിശീലിപ്പിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ S പുനിത അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി സ്മാർട്ട് അബാക്കസ് തൊടുപുഴ അസിസ്റ്റന്റ് മാനേജർ ജോ മരിയ, സുമി ജോയ് എന്നിവർ പരിശീലന പരിപാടിയിൽ ക്ലാസ് നയിച്ചു. കോർഡിനേറ്റർ S രേണുകാദേവി പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും നടന്നു. ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP ബിജു KR വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 45ാമത് വാർഷികമാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇടുക്കി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP ബിജു KR ഉദ്ഘാടനം ചെയ്തു. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. ഒന്നാമത് നമ്മുടെ അമ്മമാർ, പരമ സത്യം അമ്മ. മൈ മോം ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ളതാണ് ഓരോ കുട്ടിയും മനസ്സിൽ കരുതേണ്ട കാര്യം. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ എഴുതി വെച്ചു, മദർ ഈസ് ഓൾവേസ് റൈറ്റ്. അമ്മ ഒരു തെറ്റും ചെയ്യില്ല, അമ്മ എപ്പോഴും ശരിയാണ്. അതൊരു ആപ്തവാക്യമാണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ അമ്മയോട് മല്ലിടുകയോ അമ്മയോട് തർക്കിക്കുകയും അമ്മയോട് ധിക്കാരപരമായി പെരുമാറുകയും ഒന്നുമല്ല വേണ്ടത്. ബഹുമാനമില്ലാതെയല്ല പെരുമാറുന്നത്. അമ്മ എപ്പോഴും സത്യമാണ്, ശരിയാണ്. രണ്ടാമത് അച്ഛൻ, പിതാവ്. മൂന്നാമത്തെ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗുരുവിന്, ഗുരുക്കന്മാർക്ക്. മാതാവിനോളം പിതാവിനോളവും അത്രയും തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അധ്യാപകനുണ്ട്. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് സ്റ്റെല്ല സിജോ, സംസ്ഥാന ഗണിതശാസ്ത്രമേള വിജയി അനഘ ബിനു, അർജുൻ K ജയൻ എന്നിവരെയും വിവിധ എൻഡോവ്മെന്റുകൾ കരസ്ഥമാക്കിയ കുട്ടികളെയും കലാകായിക മേഖലയിലെ മികച്ച താരങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മധു K ജെയിംസ്, പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചേരിയിൽ, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം, MPTA പ്രസിഡന്റ് ലിസമ്മ ജോസഫ്, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ബിജി മാത്യു, ജോഷി ജോസഫ്, ജോബിൻ K, നിമിയ സജി, ഗോകുൽ KR എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കട്ടപ്പന വെട്ടിക്കുഴക്കവല പുതുപ്പറമ്പിൽ അരുൺ വിജയനെ അനുമോദിച്ചു. ചൈതന്യ SHGയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന യോഗം വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചിറ ഉദ്ഘാടനം ചെയ്തു. 2023 ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷയിൽ പങ്കെടുക്കാൻ 9 പേരാണ് യോഗ്യത നേടിയത്. ഏറെ പരിമിതികൾ മറികടന്നാണ് അരുൺ വിജയൻ മികച്ച വിജയം കൈവരിച്ചത്. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചിറ മൊമന്റോ നൽകി. അരുണിന് ഇത്തരത്തിലൊരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട് ഒരുങ്ങുമ്പം വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അതിനെ ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എവിടെ ചെന്നാലും ഇവരുടെ കാര്യങ്ങൾ പറയും എന്ന് അറിയാവുന്ന എല്ലാവരും ഇത്രയും ബുദ്ധിമുട്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ അങ്ങനൊരു വിജയം അവന് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു പങ്ക് നമുക്കും ഉണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒരാളാണ്. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് രത്നമ്മ സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. തുടർന്ന് അരുൺ വിജയൻ മറുപടി പ്രസംഗം നടത്തി. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന്. പിന്നെ എല്ലാവരും എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരും ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. 10ലാണേലും +2ലാണേലും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എല്ലാ കാലത്തും എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോൾ ഇനി ഏത് നിലയിലെത്തിയാലും ഇതൊന്നും ഞാൻ മറക്കത്തില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു പ്രോത്സാഹനം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. സെക്രട്ടറി ജിസി മാത്യു, മാധവൻ തുരുത്തിപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന കൊച്ചുതോവള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത്. ജനുവരി 26 മുതൽ 30 വരെയാണ് ഉത്സവം നടക്കുന്നത്. സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നടത്തി. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി. ക്ഷേത്ര ചൈതന്യം ഒരു മഹാശക്തിയായി ഈ നാട്ടിലാകെ വ്യാപിക്കുകയും ആ ചൈതന്യത്തിന്റെ ഓരോ അംശങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എത്തിച്ചേരുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകണം. എല്ലാ വിദ്വേഷങ്ങളും ഏതെങ്കിലുമൊക്കെ വിദ്വേഷങ്ങളും പണക്കങ്ങളും ഒക്കെ പരസ്പരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടെങ്കിലാണ് ആ ഐശ്വര്യം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഉള്ളിലും എത്തുമെന്നുള്ളതാണ് സങ്കല്പം. തുടർന്ന് പ്രത്യേക പൂജകൾ കൂടാതെ മെഗാ തിരുവാതിരയും കൈകുട്ടിക്കളിയും മഹാപ്രസാദമൂട്ടും നടന്നു. മൂന്നാം ദിവസം പിതൃയജ്ഞ മഹോത്സവവും 4ാം ദിവസം ഭഗവാന് വിശേഷാൽ തേൻ അഭിഷേകവും നടക്കും. സമാപന ദിവസം താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം ആറാട്ടോടെ കൊടിയിറങ്ങും. ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, ക്ഷേത്രം ശാന്തി നിശാന്ത് ശാന്തികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആരോമൽ മോഹനൻ, അജേഷ് ദിവാകരൻ, TB രാജു, യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺകുമാർ, കൺവീനർ വിജീഷ് TK, മോൻസൺ മോഹനൻ, സൈബർ സേന ചെയർമാൻ വിഷ്ണു സലിം രാജ്, വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ്, സെക്രട്ടറി ആശ അനീഷ്, കുമാരി സംഘം പ്രസിഡന്റ് നന്ദന മനോജ്, സെക്രട്ടറി ലക്ഷ്മി സലിം രാജ് എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയിറങ്ങി. 8 ദിവസം നീണ്ടുനിന്ന ഉത്സവ പരിപാടികളാണ് സമാപിച്ചത്. ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. അയ്യപ്പൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനും ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികത്തിനുമാണ് കൊടിയിറങ്ങിയത്. അയ്യപ്പൻകോവിലിൽ ഭക്തർക്ക് ആശ്രയമായി നിലകൊള്ളുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മെഗാ ഘോഷയാത്രയും നടന്നു.
താലപ്പൊലി, ആട്ടക്കാവടി, പൂക്കാവടി, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. കിഴക്കേ മാട്ടുക്കട്ട മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. നിരവധി ആളുകൾ ഘോഷയാത്ര കാണുവാൻ വിവിധ ടൗണുകളിലെത്തി. രാവിലെ നടന്ന ആയില്യം പൂജയോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങി. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവറീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും സുവിശേഷ മഹായോഗവും നടന്നു. യാക്കോബായ സുറിയാനി സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സൊക്കറിയോസ് മോർ പി ലക്സിനോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുനാൾ ആഘോഷം നടന്നത്. തിരുനാളിനോടനുബന്ധിച്ച് ടൗണിൽ പ്രദക്ഷിണവും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാറിൽ ഒരു കാലത്ത് തീവണ്ടി ഓടിയിരുന്നുവെന്ന യാഥാർത്ഥ്യം സഞ്ചാരികളെ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിവാസൽ കരടിപ്പാറയിൽ തുറന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി. മൂന്നാറിൽ ആദ്യകാലത്ത് ഓടിയിരുന്ന തീവണ്ടിയുടെ മാതൃകയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിന് മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു. വർഷങ്ങൾക്കപ്പുറം മൂന്നാറിൽ തീവണ്ടി ഓടിയിരുന്നുവെന്നത് ഇന്നുള്ളവർക്ക് കേട്ടുകേൾവി മാത്രമാണ്. ആ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കും വിധമാണ് പള്ളിവാസൽ പഞ്ചായത്ത് കരടിപ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിന്റെ കുന്നിൻ ചെരുവുകളിലൂടെ ചൂളം വിളിച്ചോടിയിരുന്ന ആദ്യകാല തീവണ്ടിയുടെ മാതൃകയിലാണ് കേന്ദ്രത്തിന്റെ രൂപകൽപ്പന. ബോഗികളും എഞ്ചിനും തീവണ്ടിപ്പാളവുമെല്ലാം കരടിപ്പാറയിൽ മാറ്റമൊന്നുമില്ലാതെ നിർമ്മിച്ചിട്ടുണ്ട്. വെറുമൊരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്നതിനപ്പുറം സഞ്ചാരികളെ എങ്ങനെ കൂടുതലായി ആകർഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് മൂന്നാറിലെ ആദ്യകാല തീവണ്ടിയുടെ രൂപത്തിലേക്ക് കേന്ദ്രം എത്തിയതെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. ഈ കരടിപ്പാറ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ 1902-24 കാലഘട്ടത്തിൽ മൂന്നാറിലുണ്ടായിരുന്ന ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് എൻജിൻ, ആ ട്രെയിനിൻ്റെ ഒരു പുനരാവിഷ്കരണം നടത്തണമെന്ന് ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ അന്നത്തെ AE ആയിരുന്ന വൈശാഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിലെല്ലാം തന്നെ ആലോചിച്ച് ഇവിടെ ഇത്തരത്തിൽ ട്രെയിനിൻ്റെ തന്നെ ഒരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത്. വനിതകൾക്കും പുരുഷന്മാർക്കുമായുള്ള പ്രത്യേക ശുചിമുറികൾ, ടീ കഫേ എന്നിവ തീവണ്ടിക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിന് മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു. ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ചയാണ് കരടിപ്പാറയുടെ പ്രത്യേകത. ഈ കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാൻ കേന്ദ്രത്തോട് ചേർന്ന് വാച്ച് ടവറും നിർമ്മിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കായുള്ള ഉദ്യാനം വൈകാതെ ഇവിടെ ഒരുക്കാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 300, വിൽപ്പനയ്ക്ക് വന്നത് 97,112, വിൽപ്പന നടന്നത് 93,939, കൂടിയ വില 2,507, ശരാശരി വില 1,663. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 570 രൂപ, ഏലം കൂടിയ വില 1,650, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 250, ഗ്രാമ്പു 950, കൊക്കോ 55, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഒറ്റതിരിഞ്ഞു നടക്കുന്ന കാട്ടുകൊമ്പന്മാരെയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെയും കാട് കയറ്റാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. കാട്ടാന ആക്രമണം മനുഷ്യജീവനുകൾ കവരുന്ന സംഭവം ആവർത്തിക്കപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും MP. നെടുങ്കണ്ടം കാരിത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ്. മരിച്ചത് അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീൺ. ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചത് പിതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രവീണിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ള മുറിവുകളെ ആസ്പദമാക്കി നടത്തിയ പരിശോധനയിലും. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുത്ത CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി. കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത CPM ഏറ്റെടുത്തത് പീരുമേട് താലൂക്ക് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും വായ്പയെടുത്ത 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപയായതോടെ CPIയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിനായി ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമണിലേക്ക് എത്തുന്ന പ്രധാന പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചു. പ്രവർത്തനം നിലയ്ക്കാൻ കാരണം ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കെടുകാര്യസ്ഥത. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.